നിരപരാധികൾ അവരാ അപൂർവമാണ്. നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. എവിടെയോ ആരോടോ ഉള്ള അരിശം തീർക്കലല്ല മതം, അല്ല, അത് നീതിയല്ല. അള്ളാന്റെ ഇഷ്ടദാസന്മാർ അന്യായമായി കൊല നടത്താത്തവരാണ്. എവിടെയോ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നവരെ ബോംബിട്ട് കൊല്ലുക, അതൊരു മുസ്ലിമാണോ? അവൻ ഇസ്ലാം പഠിച്ചിട്ടില്ല. അവന്റെ നാമം എന്തുമാകട്ടെ, ആരാവട്ടെ, അതാരാവട്ടെ, ഏത് കസബാകട്ടെ, ഏത് അജ്മൽ കസബാട്ട് ആരാവട്ടെ, ആ പേരൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം, അവർ തന്നെയായിരുന്നോ കുറ്റവാളികൾ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പല കാര്യം ഇന്ത്യയിൽ അങ്ങനെയാണ്. കുറെ കാലം കഴിഞ്ഞിട്ടാ തെളിയ. 9 കൊല്ലം മഅദനിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ജാതി ഭരണകൂടം നമ്മുടെ ഭരണകൂടം, ക്ഷമിക്കണം. അതാ ഇപ്പോഴുതാ സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി കെഞ്ചേണ്ടി വരുന്നു. തെറ്റെന്തായത്? ഒന്നുമില്ല. പിന്നെ എന്തിനടോ നീതിപീഠം? എന്തിന് കാക്കി? നെഞ്ചിന്റെ ഹൃദയത്തിലാ കാക്കി ധരിക്കേണ്ടത്, നെഞ്ചിലാണടോ കറുപ്പ് ധരിക്കേണ്ടത്, നീതിയുടെ കോട്ട് ധരിക്കേണ്ടത്. ശമ്പളം അങ്ങനെയല്ല. പാവപ്പെട്ടവരാരായാലും നിരപരാധികൾ ആരായാലും അവരൊരിക്കലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ? ആ നീതിബോധം എവിടെ? അതില്ല എന്നിവിടെ. മതം പഠിച്ചില്ല ലോകം. മതം നീതിയാണ്. എന്റെ പൊന്നുമോള് ഫാത്തിമയാണോ കണ്ടത്? അവളുടെ കഴിഞ്ഞ മുറിച്ചു കളയും, നോ കോംപ്രമൈസ്, ലോകത്തോട് പ്രഖ്യാപിച്ച പ്രവാചക ചക്രവർത്തി. അതാ വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന ഖുർആനിന്റെ വാക്ക്. ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് ഈർഷ്യതയുണ്ട് എങ്കിൽ അവരോട് അനീതി പ്രവർത്തിക്കാൻ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഹൈദരാബാദിൽ ബോംബ് പൊട്ടി. ഞാൻ പറഞ്ഞുതരാം അതെന്തുകൊണ്ടാ പൊട്ടിച്ചത്, ആരാന്ന് വേണേ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പൊട്ടിച്ച നോക്കൂ നിങ്ങൾ, അവിടെ അഫ്സൽ ഗുരുവിനെ പല കാരണങ്ങളാൽ ആരും ഇഷ്ടപ്പെടാതെ, സ്വന്തം കുടുംബത്തിന് പോലും കാണിക്കാതെ, അവസാന ആഗ്രഹം സാധിപ്പിക്കാതെ തൂക്കിലേറ്റി. അത് വലിയ ഇഷ്യൂ ആകും ഇന്ത്യയിൽ. അതുകൊണ്ട് അത് മറയ്ക്കണം. അതിന് വേഗം എന്താണ്? ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ വാടക ഗുണ്ടകൾ. ഷുവർ, നിങ്ങൾക്ക് ഞാൻ പിടിച്ച് കയ്യിലേൽപ്പിച്ച ആളുകളെ രാഷ്ട്രീയക്കാരെ പിടിച്ചാൽ മതി, പൊക്കലിട്ട് 4 കൊടുത്താൽ മതി, അപ്പൊ വെളിവായിക്കോളും. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്ക്, ആരാ ബോംബിട്ടെന്ന് ഓല് പറഞ്ഞുതരും. ഓലെ പിടിച്ച് ശിക്ഷിച്ചാൽ മതി. ഏത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായതാ? ഒരു പ്രധാന ഇഷ്യൂ ഉണ്ടായ അത് മറക്കാൻ ഒരു ബോംബാക്രമണം, അതുപോലെ ഒരു രഥയാത്ര. ശവപ്പെട്ടി കുംഭകോണം ഉണ്ടായി, വിവാദമായി. അപ്പൊ ഉടനെ ഒരു രഥയാത്ര. ലാൽ കൃഷ്ണ അദ്വാനിയുടെ കളവ് മറച്ചുവെക്കാൻ, ലോകത്തിലെ തോന്നിയാസം മറച്ചുവെക്കാൻ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പല യാത്രകളും നടത്തിയിട്ടുണ്ട്. ചേകന്നൂർ തിരോധാനം, കാന്തപുരം, ഉടനെ ഒരു കേരള യാത്ര. മുടി വിവാദമായി നാണം കെട്ടു, ഉടനെ ഒരു കേരള യാത്ര. എല്ലാ പെരുങ്കള്ളന്മാരും, മതക്കള്ളന്മാരും, രാഷ്ട്രീയ കള്ളന്മാരും എന്നും ചെയ്തു കൂട്ടിയത് അതാണ്. ഹൈദരാബാദിൽ തോന്നും തേടി ഒരു പുതിയ പേരൊന്നുണ്ട, ഏത് ഐസിൽ മാതിരി ഇന്ത്യൻ മുജാഹിദീൻ. ഒരു ധവളപത്രം ഇറക്കാൻ ആരാത്? തൊള്ളെ തോന്നിയോട് പറയാൻ. ഒറ്റ കുട്ടിയില്ല അങ്ങനെ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ. വെറുതെ പറയാ, വെറുതെ ഉണ്ടാക്കുക ഓരോ ശബ്ദം. നോക്കി, അൽ ഖായിദ പോലും ലോകത്ത് അമേരിക്ക ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അൽ ഖായിദ പോലും. ജാക്കിർ നായിക്കിനോട് ചോദിച്ച്, ഉസാമ ബിൻ ലാദൻ തീവ്രവാദിയാണ്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പോ ജാക്കിർ നായിക്ക് പറഞ്ഞ്, ഞാൻ അങ്ങനെ അഭിപ്രായം പറയണ ഒന്നും എന്റെ സുഹൃത്തായിരിക്കണം മൂപ്പര്. രണ്ടാമത്തെ, മൂപ്പരായിട്ട് സംസാരിച്ചിട്ട് മൂപ്പരെ സംസാരത്തിൽ തീവ്രവാദം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാണോ? ഇതൊന്നുമില്ല. പിന്നെ ആരാ ലോകത്തോട് പറഞ്ഞ്? അമേരിക്കന്റെ BBC-യും CNN-ഉം. അത് കേട്ട് ഒരാളെ ഭീകരവാദിയും തീവ്രവാദിയൊക്കെ, ഞാൻ അമേരിക്കക്കാരെ പോലെ മടയന്മാരല്ലല്ലോ. ഇത്തിരി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാ ഞാൻ. അതുകൊണ്ട് എനിക്കും കഴിയില്ല. അമേരിക്കന്റെ പൊട്ടപ്പോയി തമ്മിടുങ്ങാൻ ലോക മീഡിയകളെ കിട്ടും, പിന്നെ മുത്തശ്ശി പത്രക്കാരിലെ വിവരം കിട്ടവരെയും കിട്ടും. പക്ഷെ സത്യതല്ല. അത് ഞാൻ ഇപ്പൊ പറയണെന്നറിയോ? ഏതൊരു ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനൊരു തെറ്റ് പറ്റിയാൽ ഉടനെ പൊട്ടു എവിടെങ്കിലും ഒരു. അതിൽ നിന്ന് മനസ്സിലായിക്കോളി, അല്പം ലക്കോട്ടൊട്ടിക്കാൻ തലച്ചോറിലൂല്ല. ഇന്ത്യയിലെ എല്ലാ ഭീകരവാദത്തിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരാണ്. അത് ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, തെളിയിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഇന്ത്യയിൽ ഉണ്ടായ മുഴുവൻ പഠനങ്ങളും എവിടെ? അമേരിക്കയില്
അമേരിക്കക്കാരാണ് വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും. അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ആ ടവർ നശിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് തെളിയിക്കാൻ എത്ര തെളിവ് വേണോ ഞങ്ങൾ നിരത്താം. അല്ലാതെ ആ ടിങ് ടവർ ഉണ്ടല്ലോ, അതൊക്കെ എത്ര ഡിഗ്രി ഉരുകിയാ പോലും ഉരുകിപ്പോകാത്ത വിധാണ് ഡിസൈൻ ചെയ്തത് അതിന്റെ ഡിസൈനർ പറയുന്നത്. ഒരു വിമാനാക്രമണം കൊണ്ടൊന്നും, ഒരു സ്വാഭാവിക ആക്രമണം കൊണ്ട് അത് ഉരുക്കാൻ കഴിയില്ല. ഇത്ര സമയത്തിനുള്ളിൽ ഉരുകി തീർന്നിരുന്നു. അപ്പൊ അവിടെ ഉപയോഗിച്ച രീതിശാസ്ത്രത്തെ പറ്റി സമഗ്രമായി അറിഞ്ഞ് അതിനെ അതിജയിക്കാൻ കരുത്തുറ്റവരെ നിയമിച്ചു അമേരിക്ക ഒരു പുതിയ കാര്യം നേടാൻ. പേൾ ഹാർബർ സംഭവം 50-55 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പേൾ ഹാർബർ, അമേരിക്കയുടെ 2000 പട്ടാളത്തെ അമേരിക്ക ചുട്ടെടുക്കുന്നു. 13 യുദ്ധക്കപ്പല കരിച്ചു കളഞ്ഞ്. എന്തിനെന്നറിയോ? ജപ്പാനിലേക്ക് നേരിട്ട് കയറി യുദ്ധം ചെയ്യാൻ, ജപ്പാനെ നശിപ്പിക്കാൻ. അമേരിക്ക 55 കൊല്ലം മുമ്പ് സ്വന്തം പട്ടാളത്തെ കൊന്നവരാ. എന്തിനെന്നറിയോ? മറ്റുള്ളവരെ ശിക്ഷിക്കാൻ വേണ്ടി, അത് അവരുടെ മേലെടുത്തിടാൻ. അമേരിക്ക എന്ന വൃത്തികെട്ട ആ രാജ്യത്തിന്റെ കുഴപ്പമില്ല, അവിടെ ഭരിച്ച ഭരണാധികാരികൾ, വള്ള സായിപ്പന്മാർ, കൂട്ടും ചൂട്ടുമുട്ട മനുഷ്യ രക്തദാഹികളായ നാക്കാലികൾ, അവര് ഭരിച്ചപ്പോണ്ടായതാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഥയും ലോകത്തിനുണ്ടാവുക. ഞാൻ പറയുന്നു, ഒരു